ശങ്കർ സർ, ഇതിനകത്ത് ഈക്കോ ഫ്രണ്ട്ലെസ്സിന് സ്കോപ്പ് ഇല്ലാത്തൊരു ചെറിയ സൈറ്റാണ്. അതിൻ്റെ വശങ്ങളെ കണ്ടില്ല. വശങ്ങളിൽ ഒന്ന് രണ്ട് മരങ്ങളുണ്ടെന്നാണ് കിട്ടിയ വിഷ്വൽസിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. മുറ്റമില്ല, വളരെ ചെറിയ, എനിക്കൊന്ന് 5 അടി 6 അടി മുറ്റമുള്ളൊരു സ്ഥലമാണ്. അവിടെ ടൈലിട്ടിട്ടുണ്ട്. പക്ഷേ ടൈലിൻ്റെ കളർ സെലക്ഷൻ കാരണം അത് വളരെ മൊണോട്ടോണസോ, ഒരു റെഡൊക്കെ ഇട്ടിരുന്ന മഹാവൃത്തിയിലായിപ്പോയി. ഒരു കരിങ്കലിൻ്റെ ഷെയ്ഡുള്ള ഈ ടൈലിട്ടിരുന്നുണ്ട് നന്നായിരിക്കുന്നു. ഈ എലിവേഷനെ പറ്റി എനിക്കൊരു വാക്ക് പറയാനുണ്ട്. കാരണം വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള എലിവേഷനാണ്. ഇതിന് കാഴ്ചയില്ല. നമ്മൾ ഫ്രണ്ട് എലിവേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മാറി നിന്ന് നോക്കാനായിട്ടുള്ള റോഡിന് വീതി കുറഞ്ഞ റോഡ്, അതിനേക്കാളും വീതി കുറഞ്ഞ മുറ്റമൊക്കെ ആയിട്ട് നമുക്ക് നോക്കി ആസ്വദിക്കാനുള്ള ഇതില്ല. പക്ഷേ അങ്ങനെയുള്ളപ്പം ഈ കെട്ടിടം അലോസരപ്പെടുത്തരുത്, നമ്മൾ ബുദ്ധിമുട്ടിക്കരുത്. കാഴ്ചക്കാരനെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ വളരെ സിമ്പിളായിട്ട്, വളരെ സറ്റിലായിട്ട്, വളരെ ഭംഗിയായിട്ട്, അതേസമയം ചെറിയ വിസ്മയങ്ങളൊക്കെ, കരിങ്കലിൻ്റെ ഒരു തൂണൊക്കെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ ഒരു ചെറിയ ഡീറ്റെയിലിംഗ് ആണ് മുകളിൽ, അതൊക്കെ ഒരു നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോയിട്ടുണ്ട്. ഓവറോൾ എനിക്ക് വളരെ ഭംഗിയുള്ള, സമാധാനം തരുന്ന ഒരു വീടായിട്ടാണ് തോന്നിയത്. ഷൈന മാം, ഒരു ഇഫക്റ്റീവ് കോമ്പിനേഷൻ ഓഫ് ഫ്ലാറ്റ് റൂഫ് ആൻഡ് സ്ലോപ്പിംഗ് റൂഫാണ്. നമുക്ക് സാറ് പറഞ്ഞ കണക്ക് നോട്ടം ചെല്ലാത്തതുകൊണ്ട് ഒത്തിരി അനാവശ്യ ഡീറ്റെയിലിംഗ് ചെയ്തിട്ട് നമ്മുടെ കാണുമ്പോഴേ നമുക്ക് കോംപ്ലിക്കേഷൻസ് ഒന്നും നമുക്ക് അതൊന്നും നിന്ന് കാണാനുള്ളൊരു സ്പേസ് അവിടെ ഇല്ല. ഒറ്റ ഹൈലൈറ്റിംഗ് പോയിന്റ് അവർ കൊടുത്തിരിക്കുന്ന 2 ബട്ടർസ് വോൾ വിൻഡോയുടെ ഇതർ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതൊരു ഗ്രേ ഷെയ്ഡും വേറെ എല്ലാം പ്യുവർ വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ഒരു ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൻ്റെ കളർ നമുക്ക് ടൈൽസിൻ്റെ കളർ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അത് വരുമ്പോഴത്തേക്കും ശരിക്കും ആ ഒരു ഹൈലൈറ്റിംഗ് ഫീച്ചർ ആ വിൻഡോനെ നന്നായിട്ട് അത് എടുത്ത് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഗേറ്റിൻ്റെ കളർ ഒരു ഗ്രീനിഷ് ടിൻ്റാണ്. ഒരു എന്താ പറയുക, ഒരു ഫെൻസിൻ്റെ ഒരു ഡിസൈൻ ആയിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നന്നായിട്ട് അത് മേർജ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഒറ്റ പോയിന്റ് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ ഉള്ള ലാൻഡ്സ്കേപ്പ് ഏരിയയിൽ അവർ ടൈൽസാണ്, അത് കോൺക്രീറ്റ് ടൈൽസ് ആണെന്നാണ് എനിക്ക് വിഷ്വൽസിൽ നിന്ന് തോന്നിയത്. അതായത് പലയിടത്തും നമ്മൾ ഇത് കൊടുക്കുമ്പോൾ വാട്ടർ റിറ്റൻഷൻ ഒരു പ്രോബ്ലമാണ്. ഒന്നാമത് ഈ ചെറിയ ഏരിയ ഉള്ള സ്ഥലങ്ങൾ കോമ്പൗണ്ട്സ് ആകുമ്പം അതിന് പകരം ഇൻ്റർലോക്കിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടെ വാട്ടർ റീറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം നമുക്ക് പറയാൻ പറ്റും. ബട്ട് പ്രാക്ടിക്കലായിട്ട് അതാണ് എപ്പോഴും നല്ലത്. കുറേ കഴിയുമ്പോൾ എന്നാണ് ഇനി നമുക്ക് വാട്ടർ ഷോർട്ടേജ് കേരളത്തിലും വരാതായിരിക്കുന്ന പറ്റില്ല. യെസ് ഗീത മാം, അത് പുറത്തത് എന്താണ് സ്ഥലക്കുറവുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് വീട് കോമ്പൗണ്ടിൽ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് മുറ്റമൊക്കെ കുറച്ച് കുറവാണ് അവിടെ. പക്ഷേ ആ ഉള്ള മുറ്റത്ത് ചെടിയൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ ആ കളർ, പുറത്തുള്ള വൈറ്റ് കളറാണ്. ഈ ഒത്തിരി ഡാർക്ക് കളേഴ്സ് യൂസ് ചെയ്തിരുന്നെങ്കിൽ വീട് വല്ലാതായിപ്പോയി. അപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോഴും ഒരു നല്ല ഭംഗി, ഒരു ഐശ്വര്യം ആ വീടിന് അതുകൊണ്ട് തോന്നാറുണ്ട്. നമ്മുടെ തേർഡ് ആസ്പെക്റ്റ് ആയിട്ടുള്ള എക്സ്റ്റീരിയർ ആൻഡ് ഈക്കോ ഫ്രണ്ട്ലിനെസ്സിനെ കുറിച്ചും നമ്മുടെ ജഡ്ജസിൻ്റെ കമൻറ്റ് കേട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് എത്ര മാർക്കാണ് ഷൻസീർ നേടിയതെന്നാണ് അറിയേണ്ടത്. അതിലേക്ക്